തൊട്ടിലോ? ആ, താമസിയാതെ ഈ വീട്ടില് 2 പൊന്നോമനകളാ പിറക്കാൻ പോകുന്നേ. അപ്പൊ അവരെ താരാട്ട് പാടി ഉറക്കാൻ നല്ല ഭംഗിയുള്ള 2 തൊട്ടില് വേണം. അതിന് ഇനി സമയമുണ്ടല്ലോ. തൊട്ടിൽ പിന്നെ ഉണ്ടാക്കിയ പോരെ? അല്ലെങ്കിൽ അപ്പൊ നമുക്ക് മേടിക്കാം. അത് പറ്റില്ല. നല്ല തേക്കിലോ ഈട്ടിയിലോ കടഞ്ഞെടുത്ത തൊട്ടില് തന്നെ വേണം. അതാ സ്റ്റൈല്. മാഡം നല്ല നിലമ്പൂർത്തേക്ക് സ്റ്റോക്ക് ഉണ്ട്. ഈട്ടി തടിയായാലും സംഘടിപ്പിക്കാം. ആ, എന്നാ നിലമ്പുറത്തേക്ക് മതി അല്ലേ അനന്തേട്ടാ? അത് പറ്റില്ല. എന്റെ ഐശ്വര്യയുടെ കുഞ്ഞിനെ കൂടി കിടത്തി താരാട്ട് പാടാനുള്ള തൊട്ടില്ല. അപ്പൊ അതിന് അതിന്റേതായ സ്റ്റൈൽ ഉണ്ടാവണം. തേക്കിന്റെ തൊട്ടിലിന് എന്താ സ്റ്റൈല് കുറവ്? തേക്ക് അത്ര റിച്ച് അല്ല. എന്നാ ഈട്ടിത്തടി ചെയ്യാല്ലേ അനന്തേട്ടാ? ഈട്ടിത്തടി കടഞ്ഞെടുത്ത തൊട്ടിൽ നല്ല സ്റ്റൈലാവും. ചന്ദനമാണെങ്കിലോ? മാഡം ചന്ദനം കൊണ്ടോ? എന്താ, ചന്ദനം കൊണ്ട് തൊട്ടിലുണ്ടാക്കാൻ പാടില്ലേ? അതുണ്ടാക്കാൻ തന്നെ കൊണ്ട് പറ്റില്ലേ? മാഡം ചന്ദനം ചെറിയൊരു പീസിന് തന്നെ നല്ല വിലയാവും. 1 കോടി രൂപയൊന്നും ആവില്ലല്ലോ. ഇനിയിപ്പൊ അത്ര തന്നെ ചെലവായാലും ശരി, ഐശ്വര്യയുടെ കുഞ്ഞിനെ കിടത്തി ഉറക്കുന്ന തൊട്ടില് ചന്ദനം കൊണ്ട് മതി. ആ, എന്താ താൻ കണ്ണുമിഴിച്ച് നിൽക്കുന്നേ? ഇവിടെ ഈ നിൽക്കുന്ന മാഡത്തിന് അതിനുള്ള കഴിവില്ലെന്നാണോ കരുതിയേ? ഓ, എന്നാലേ ഈ നിൽക്കുന്നത് മിസ് കേരളയാ. ഇവളുടെ കുഞ്ഞ് ചന്ദന തൊട്ടിൽ കിടന്നാ മതി. ആ ബോധം വസുന്ധരടുത്തേക്കുണ്ട്. മനസ്സിലായോ? സുരഭി, അത് പിന്നെ വസുന്ധരടുത്തൊന്നും പറയണ്ട. ഓർഡർ കൊടുക്ക്. അഡ്വാൻസ് ഒരു 10 ലക്ഷം മറ്റോ കൊടുത്തേക്ക്. ഇനി ഒന്നിനും പിശുക്ക് കാണിക്കണ്ട. എല്ലാം അടിപൊളിയാവട്ടെ.